ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും, ഭരണം ഞങ്ങൾ സഭ്യപ്പിക്കും. മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. വ്യാജ വൈദ്യനെ പുറത്താക്കുക. പറയുന്നത് ഭാവനയോടെ എത്തിക്കണം. അതിൽ കവിഞ്ഞ് വിശ്വാസികൾ ഒന്നും ചോദിക്കരുത്, പറയരുത്. ഇതിന് മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ഞാനും നിങ്ങളും സ്തോത്രാഴ്ച ചെയ്യുന്ന പൈസ കൊണ്ടാണ് ഭദ്രാസന കോട്ട അടയ്ക്കുന്നത്. ആ ഭദ്രാസന കോട്ടയാണ് വൈദ്യർക്ക് ശമ്പളമായി നൽകുന്നത്. ആ ഭദ്രാസന നമ്മൾ കവർ പിരിവ് കൊടുക്കുന്നുണ്ട്. ഭദ്രാസനത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ കവർ പിരിവ് കൊടുക്കുന്നത്. എന്ത് വികസനം നടത്തുന്നു എന്ന് പറയാൻ ഈ ഭദ്രാസന നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. അവരതൊന്നും പറയുന്നില്ല. നല്ല വിഭാഗം, ഞാൻ എല്ലാവരും വേണം ഭൂരിപക്ഷമൊന്നും പറഞ്ഞില്ല. ഒരു ചെറിയ വിഭാഗമെങ്കിലും സംഘടിച്ച് നിന്നാൽ, ജനവികാരം ഉൾക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾക്കും ഇവിടെ തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളത് കരുത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാനുള്ളൂ. ഇദ്ദേഹമാണ് ഞാൻ ഭദ്രാസന സെക്രട്ടറിയോട് തിരഞ്ഞെടുത്ത ചോദ്യം. നിലയ്ക്കൽ ഭദ്രാസനത്തിന് ആരാണ് ആവശ്യം? കൈകുഞ്ഞത്ത് എന്ന് പറയുന്ന ഏക ഒരു പട്ടക്കാരനാണ് നിങ്ങൾക്ക് ആവശ്യം, അതോ ഇടവകയെ സ്നേഹിക്കുന്ന ഇടവകയുടെ നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളുടെ വികാരമാണ് ആവശ്യം? നിങ്ങൾക്ക് അച്ഛനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഭദ്രാസനത്തെ നശിപ്പിക്കുക. അല്ല, നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തിരുവേനിയും ഇവിടുത്തെ ഭദ്രാസന സെക്രട്ടറിയും ഇവിടെ ഇരിക്കേണ്ട കൗൺസിൽ അംഗങ്ങളും ഈ ഭദ്രാസനത്തെ നശിപ്പിക്കരുത്. ആ വികാരം നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇതിന്റെ ഭദ്രാസന സെക്രട്ടറി ഒക്കെ ഇതിന് ഉത്തരവാദികളാണ്. നമുക്ക് വേണ്ടത് ഭദ്രാസനത്തിന് നന്മയാണെങ്കിൽ ഷൈനി കുന്നത്തിന്റെ ഇവിടുത്തെ മേജിസ്ഥലം പരിപോഷിക്കുകയും കോടികളുടെ സമ്പാദ്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ കളിപ്പിച്ചുണ്ടാക്കുന്നതുമാണ് ഈ ഭദ്രാസനത്തിന് ആവശ്യമെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഭദ്രാസനമാണോ വലുത്, ഭദ്രാസനത്തിന്റെ ഇടവകളുടെ വികാരമാണോ വലുത്, അതോ ഷൈനി കുന്നത്തിനാണോ ഭദ്രാസനത്തിന് വേണ്ടത്? അതേ ചോദ്യമാണ് കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയില് ഈ അവിടുത്തെ തിരുവനന്തപുരത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭാവായ അവസാനിപ്പിക്കുക. ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. ഭദ്രാസനത്തിൽ സമാധാനം ഉണ്ടാക്കുക. കൊച്ചിന്റെ അപ്പനാരെന്ന് പറയുമോ? ഒളിച്ചുകളി അവസാനിപ്പിക്കുക. ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. ഭദ്രാസനത്തിൽ സമാധാനം ഉണ്ടാക്കുക. കൊച്ചിന്റെ അപ്പനാരെന്ന് പറയുമോ? നീക്കം ചെയ്യുക. നീക്കം ചെയ്യുക. ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും, ഭരണം ഞങ്ങൾ സഭ്യപ്പിക്കും. മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. വ്യാജ വൈദ്യനെ പുറത്താക്കുക. ശബരിമല ഭദ്രാസന മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും, ഭരണം ഞങ്ങൾ സഭ്യപ്പിക്കും. മെത്രാപ്പൊലീത്ത നീതി പാലിക്കുക. വ്യാജ വൈദ്യനെ പുറത്താക്കുക.
അവിടെ തിരുമേനിയാ വോട്ടിച്ചതാ, മറ്റാരുമല്ല. ആ തിരുമേനിയാ വോട്ടിച്ചത്. തിരുമേനി. സാറേ കോപ്പി റിസീവ്ഡ് എന്ന് എല്ലാവർക്കും ഇവിടെ തന്നെ നന്ദി പറയാ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, മദ്രാസൻ സെക്രട്ടറി, ഓഫീസിലെ സ്റ്റാഫ് എല്ലാം നമ്മളെ വളരെ സ്നേഹത്തോടെ ഇവിടെ സ്വീകരിച്ചു. അതിനുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇടവത്ര പോലീസായിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.